വേറൊരു ആശ്രമത്തെക്കുറിച്ചാണ്, കേരളത്തിൽ തന്നെയുള്ള ഒരു ആശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ രമണാശ്രമം സംസാരിച്ചിരുന്നതിന് മുമ്പ് ഇന്ന് ആനന്ദാശ്രമം എന്ന് പറഞ്ഞ് കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാടിലുള്ള ആനന്ദാശ്രമം സ്വാമി രാംദാസിൻ്റെ പേരിലുള്ള ഒരു ആശ്രമമാണ്. ഇപ്പോൾ അത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. സ്വാമി രാംദാസ് 1884 കാഞ്ഞങ്ങാട് തന്നെ ജനനം. 1963 അദ്ദേഹം സമാധിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ആശ്രമമാണ് കാഞ്ഞങ്ങാടുള്ള ആനന്ദാശ്രമം. അത് രമണാശ്രമം പോലെ തന്നെ ഏകദേശം രമണാശ്രമവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, രമണാശ്രമത്തിൻ്റെ അത്ര എത്തില്ലെങ്കിലും ബട്ട് കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആശ്രമം ഫ്രീ ആണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ആത്മീയത ആഗ്രഹിക്കുന്നവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ആനന്ദാശ്രമം. അവിടെ നമ്മൾ അവരുടെ ഗൂഗിളിൽ ആനന്ദാശ്രമം അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് കിട്ടും. അതിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി പോസ്റ്റ് ചെയ്യാം. അവിടെ വിസിറ്റ് ചെയ്യണം, താമസിക്കണം കുറച്ച് ദിവസം. മാക്സിമം ഒരു 5 days വരെയൊക്കെ നിങ്ങൾക്ക് അലൗഡാണ് അവിടെ. ഇൻഡിവിജ്വൽ അക്കോമഡേഷനും, ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഷെയറിംഗ് ബേസിസിലും ഫാമിലി അക്കോമഡേഷനും അവിടെ അവൈലബിൾ ആണ്. പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് അവിടെ ധ്യാനം, മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഒരു സൈലൻറ്റ് മോഡിൽ യാതൊരു ശല്യങ്ങളും ഇല്ലാതെ കുറച്ച് ദിവസം പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ലിവ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ഓഫ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നല്ലൊരു സ്ഥലം. സ്വാമി രാംദാസിൻ്റെ ഈ ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ ഇൻ ക്വസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച്, ആരാണ് സ്വാമി രാംദാസ് എന്നുള്ള വളരെ ബ്രീഫ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, ഫിലോസഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ 30-ാം വയസ്സ് മുതൽ അദ്ദേഹം ഒരു ഭിക്ഷാടകനായിട്ട് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് കയ്യിൽ 10 പൈസയില്ലാതെ തിരിഞ്ഞു നടന്ന ഒരാളാണ്. ഹിമാലയം വരെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് പല സമയത്തും TTRമാരെ ഇറക്കി വിട്ടിട്ടുണ്ട് അദ്ദേഹത്തെ. ഒരു മഹാ സന്യാസിയാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെ തിരിച്ച് ഒരു എന്താ പറയുക, ആത്മീയതയിലേക്ക് കൂടുതൽ അദ്ദേഹം എത്തിച്ചേർന്നു. അങ്ങനെയാണ് അദ്ദേഹം സമാധിയാവുന്നത്. പിന്നെ വന്ന് ആനന്ദാശ്രമത്തിൻ്റെ കുറച്ച് ഏരിയാസ് അദ്ദേഹം പ്രൊക്യൂർ ചെയ്ത് പലരുടെയും സഹായത്തോടുകൂടി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നൊരു സ്ഥലമാണിപ്പോൾ. നമ്മുടെ അതിമനോഹരമായ സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു.